നമസ്കാരം. പലവിധ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ മാനസിക സംഘർഷം കുറയ്ക്കാനായി മുമ്പൊക്കെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമായിരുന്നു. ശ്രീനിവാസന്റെയും മാമുക്കോയുടെയും ജഗതിയുടെയും മുകേഷിന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ആദ്യകാല ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മതിമറന്ന് നമ്മൾ ചിരിക്കും. നമ്മളുടെ മനസ്സിലുള്ള ആ സംഘർഷങ്ങളൊക്കെ കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്നൊഴിഞ്ഞു കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ നമുക്കറിയാം, വയലൻസ് കുത്തി നിറച്ചാണ് ഈ സിനിമകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ പോകാനേ ഇപ്പോൾ തോന്നാറില്ല. പക്ഷേ നമുക്ക് ചിരിക്കാനുള്ള വക നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിലെ അന്തിച്ചർച്ച, പ്രത്യേകിച്ചും CPM-നെ സംബന്ധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അത് 1 മണിക്കൂർ നമുക്ക് ചിരിക്കാനുള്ള വക നൽകും. അത് ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും റിപ്പോർട്ടർ ചാനലിലും ഒക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ CPM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന നിരവധി പേരുണ്ട്. കോട്ടയത്ത് നിന്ന് തോറ്റു തൊപ്പിയിട്ട അഡ്വക്കേറ്റ് അനിൽകുമാർ, B. ജയരാജ്, ഡോക്ടറാണെന്ന് തോന്നുന്നു, ഡോക്ടർ B. ജയരാജ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങനെ നിരവധി പേർ. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് ഏതൊക്കെയോ ഡൂക്കിലുകളെയൊക്കെ പറഞ്ഞ് അയക്കുകയാണ്. പക്ഷേ മറുഭാഗത്തുള്ളവർ കോൺഗ്രസിൻ്റെ ആൾക്കാരായിരുന്നാലും BJP-യുടെ ആൾക്കാരായിരുന്നാലും രാഷ്ട്രീയ നിരീക്ഷകരായിരുന്നാലും ഒക്കെ അവതാരകരുമൊക്കെ ഇവരെ വാരിയിട്ടലക്കുന്ന കാഴ്ചകൾ കണ്ട് നമുക്ക് തലയറിഞ്ഞ് ചിരിക്കാനുള്ള വക കിട്ടാറുമുണ്ട്. CPM-കാർ മാത്രമല്ല, CPM-നെ അനുകൂലിക്കുന്ന ഏതൊക്കെയോ മൂന്നക്ഷരമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ, ഒരു മടവൂർ സലീം, പിന്നെ ഒരു പുനലൂർ ജലീൽ, ഇങ്ങനെയുള്ള കുറേ പേരൊക്കെ വന്ന് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ പുനലൂർ ജലീലിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറിനെയാണ്. കാരണം ജനൻ TV-യിൽ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും കൂടി പങ്കെടുത്തിരുന്ന സമയത്ത് ഈ പുനലൂർ ജലീൽ, ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്ത് വിഷയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്യാൻ വരുന്നത്, ആ വിഷയം എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്നോ ഉള്ള ധാരണ പോലും അദ്ദേഹത്തിന് ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ വന്നിരുന്ന് ഈ പാനലിസ്റ്റുകളെ അധിക്ഷേപിക്കുന്നത്. അന്ന് ഷാജഹാൻ സാർ ഈ ആനയൊക്കെ ഈ മനുഷ്യനെ കാലിൽ തൂക്കിയെടുത്ത് നിലത്തടിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളിലൊക്കെ. ഏകദേശം അതുപോലെ തന്നെയായിരുന്നു അന്ന് ജനൻ TV-യുടെ സ്റ്റുഡിയോയിലും അരങ്ങേറിയത്. അത് വേണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പുനലൂർ ജലീൽ വേഴ്സസ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ, അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയേക്കും. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 2 ദിവസം മുൻപ് റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് ഒരു ചർച്ച നയിച്ചു. ആ ചർച്ചയിൽ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയത് അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിരുന്നു. അന്നത്തെ ചർച്ചാ വിഷയം മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ED നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് അന്ന് അവിടെ നടന്നത്. അതിനെ ന്യായീകരിക്കാനാണ് ഈ അരുൺകുമാർ അവിടെ എത്തിയത്. ദയനീയമായിരുന്നു ആ കാഴ്ച. നമുക്കറിയാം, ഈ CPM-കാർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എതിർഭാഗത്തുള്ളവരോ അല്ലെങ്കിൽ അവതാരകനോ ഒരു ചോദ്യം ചോദിച്ചാൽ ഇവർ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കും. അതായത് തങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്, മറ്റുള്ളവർ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണമാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം അവരോട് കളിക്കുന്നത്. എന്തായാലും ചർച്ചകളിൽ പങ്കെടുക്കുന്നുമുണ്ട്, പക്ഷേ പങ്കെടുത്തിട്ട് തങ്ങളെ അപമാനിച്ച് ഉത്തരം പറയാൻ സമ്മതിക്കാതെ അപമാനിച്ച് ഇറക്കി വിടുകയാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയും വേണം. പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളതല്ല, ഇടത് സൈബറിടങ്ങളിൽ വിവരവും വെള്ളിയാഴ്ചയുമില്ലാത്ത അന്തം കമ്മികൾക്ക് ന്യായീകരിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും മിനിഞ്ഞാന്ന് ഇത്തരത്തിൽ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ അരുൺകുമാറിന് കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം സ്മൃതി പരുത്തിക്കാടിനോട് പറഞ്ഞത് കുരയ്ക്കുന്നത് നിർത്തൂ എന്നുള്ളതാണ്. അരുൺകുമാർ ഈ പരാമർശം നടത്തിയപ്പോൾ സ്മൃതി പരുത്തിക്കാട് അയാളോട് പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങൾ ഈ വാക്ക് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ അരുൺകുമാർ കാത്തിരുന്നതും അതുതന്നെയാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എനിക്ക് വാക്ക് പിൻവലിക്കാൻ കഴിയില്ല. അതായത് അയാളുടെ വികാരക്ഷോഭത്താൽ അയാൾ പറഞ്ഞതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ ചാനലിൽ നിന്ന്, ചർച്ചയിൽ നിന്ന് ഇയാളെ ഇറക്കി വിടണം. അതിനുള്ള ഒരു തന്ത്രമാണ്. അപ്പോൾ ഇത്തരം പടുവിഡ്ഢികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ CPM എന്ന് പറയുന്ന ഒരു സംഘടന. ഒന്നുകിൽ അവർ ഇത്തരം ചർച്ചകൾക്ക് വരാതിരിക്കുക, കാരണം ജനങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കുകയാണെന്ന് മാത്രമല്ല, ഇവരുടെ ഓരോ വാദങ്ങളും ഈ പിണറായി വിജയനും അയാളുടെ മകളും മരുമകനും ഒക്കെ ചെയ്തു കൂട്ടിയ അഴിമതികൾ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇവരുടെ ഓരോ വാദങ്ങളും. സാധാരണക്കാരനെ പോലും ഇത് മനസ്സിലാകുന്നുണ്ട്. ഇവരുടെ ചോദ്യം വിട്ടിത്തരം നിറഞ്ഞ ഉത്തരങ്ങളും ഇവർ ഉത്തരം മുട്ടിയുള്ള ഇരിപ്പും കാണുമ്പോൾ ജനങ്ങൾ ചിന്തിക്കും, ഈ കഴിഞ്ഞതെല്ലാം സാധാരണക്കാർ പോലും ചിന്തിക്കും, ഇതെല്ലാം സത്യമല്ലേ എന്നുള്ള കാര്യം. കാരണം മറുഭാഗത്ത് വരുന്ന പാനലിസ്റ്റുകളും അവതാരകനും എല്ലാം കൃത്യമായി കാര്യകാരണങ്ങൾ നിരത്തിയാണ് ഓരോ കാര്യവും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് ഉത്തരം മുട്ടിപ്പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢികളാണ് നയിക്കുന്നത്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത്.
എന്നാലും അഡ്വക്കേറ്റ് ആയിരിക്കാം, നമുക്കറിയാം. ഒരുപാട് അഡ്വക്കേറ്റുമാർ CPM-ലുണ്ട്, ഡോക്ടർമാർ CPM-ലുണ്ട്. അവരുടെയൊക്കെ ഒരു നിലവാരവും ഒക്കെ നമുക്കറിയാം. ഈ പാർട്ടി ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരും, ഭരണം പിടിക്കും, ഞങ്ങളൊക്കെ ഇവിടെ എടുത്തു മറിക്കും, ഇവിടെ വിപ്ലവം കൊണ്ടുവരും എന്നൊക്കെയുള്ള ധാരണയിൽ ജീവിക്കുന്ന മണ്ടശിരോമണികളായ കുറേ അണികളുണ്ട് ഈ CPM-ൽ. നേതാക്കൾക്കറിയാം വിപ്ലവവും വരാൻ പോകുന്നില്ല, ഇവിടെ ഇനി ഇത് ഉയർത്തെഴുന്നേൽക്കാനും പോകില്ല. ചത്ത് ചീഞ്ഞ് ചതഞ്ഞു കിടക്കുന്ന ഒരു ശവം ഇനി എങ്ങനെയാണ് അത് ഉയർത്തെഴുന്നേറ്റ് വരിക? ഇത് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞേ മതിയാകും. അതുകൊണ്ട് CPM-കാർ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം. കാരണം നിങ്ങളെ ഈ ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുന്നത് പരിഹസിക്കാനാണ്. പണ്ടത്തെ ചില തട്ടുപൊളിപ്പൻ സിനിമകളിൽ, അതായത് ലൂസ് അരപ്പിരി ലൂസ് എന്ന് പറയുന്ന പ്രസീ മള്ളൂർ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. അതുപോലെ മൂക്കില്ല രാജ്യത്ത്, ചെറിയ ലോകവും വലിയ മനുഷ്യരും, ഇങ്ങനെയുള്ള ഒരു 30 വർഷം മുമ്പുള്ള കുറേ സിനിമകൾ. ആ സിനിമകളിൽ ചില കഥാപാത്രങ്ങളിൽ പല ഹാസ്യ നടന്മാരെയും തിരികെ കയറ്റാറുണ്ട്. ആ തിരികെ കയറ്റുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ മുഖം കാണുമ്പോൾ ഈ സിനിമ കാണാനായിട്ട് ആൾ കയറും. പാറശാല പാച്ചൻ, പയ്യന്നൂർ പരമു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസനും ജഗതിയും അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ഒരു കഥയുമില്ല അത്. പിന്നെ ശ്രീനിവാസൻ്റെയും ജഗതിയുടെയും മുഖം പോസ്റ്ററുകളിൽ കാണുമ്പോൾ ജനങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ സിനിമ കാണാൻ കയറും. അതുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് ഈ CPM-ലെ പ്രതിനിധികളെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധിയെങ്കിലും വേണം നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ നേതാവിൻ്റെ മക്കളും ഒക്കെ ശുദ്ധ കള്ളന്മാരാണെന്നും മുഴുവൻ അഴിമതിയും കാണിച്ചിട്ടുണ്ടെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങളൊക്കെ എങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും വിലപ്പോകുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരായ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നിപ്പോകും. അത്തരത്തിലാണ് അവരുടെ ഒരു രീതി. ഇപ്പോഴും കമ്മ്യൂണിസം ഉയർന്നു വരും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പമ്പര വെട്ടികളാണ്. മുഖത്ത് നോക്കി നമുക്കത് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ അവരെയൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ അരുൺകുമാറിനെയും പുനലൂർ ജലീലിനെയും ജയരാജനെയും ഒക്കെ പോലെയുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് CPM നേതൃത്വം ചെയ്യേണ്ടത്, നിങ്ങൾ ഇനി കുറേ കാലത്തേക്ക് ഈ ചർച്ച ഒന്ന് ബഹിഷ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള മാന്യതയെങ്കിലും കിട്ടും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. ഇത് സഹികെട്ട് പറഞ്ഞു പോയതാണ്. കാരണം ഇത് കണ്ട് ഒരു മനുഷ്യനെ എത്രത്തോളം പരിഹസിക്കും. ഈ പരിഹസിച്ച് നമ്മളൊരു ആദ്യം ഒരു രസമൊക്കെ തോന്നും. പക്ഷേ ഒരു മനുഷ്യനെ പരിഹസിച്ച് അവനെ അങ്ങേ അറ്റത്തെത്തിക്കുമ്പോൾ അത് ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ അനിൽകുമാറും ജയരാജും അരുൺകുമാറും പുനലൂർ ജലീലും മടവൂർ സലീമും ഒക്കെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വരരുത് എന്നാണ് എനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്.